such a blessing, and like just looking around and seeing everyone who's been a part of this movie. Annie Chada, Jude Chada, thank you so much. Sai Kumar, everybody. Joku. കുറെ കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം പുറത്ത് വിട്ടില്ല. ഞങ്ങൾ പാട്ടും കുറച്ച് ജിത്ത് സാർ പറഞ്ഞ പോലെ സാറിന് ആകാംക്ഷയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് കാണുന്നത് ഭയങ്കര ഐ മീൻ യു ആർ ത്രില്ഡ് ടു വാച്ച് ദ മൂവി. പക്ഷെ എൻ്റെ കഥ എന്താണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഇവരെയൊക്കെ ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഓഫ് കോഴ്സ് ആസ് ന്യൂ കമേഴ്സ്, ഇവരുടെ കൂട്ടത്തിൽ ലാലേട്ടനെ കൂടെ ചേർത്ത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ how was that experience as a director? പതുക്കെ പറയാം. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടനോടാണ് പറയുന്നത്. ജിത്തു ചേട്ടൻ പറഞ്ഞു 9 വർഷം മുമ്പ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലുക്ക് എനിക്ക് തന്നത്. അത് ഞാനവിടെ പടപടാന്ന് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അഭിനയിക്കണം ടെൻഷൻ ഇല്ലാത്ത പോലെ. കാരണം ഇത്രയും വലിയ എന്താ പറയുക, അഭിനയം എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് പോലും നമുക്ക് സിനിമ ഇഷ്ടപ്പെടുത്തിയ ലാൽ സാറിൻ്റെ മകള് വരുന്ന ആദ്യ സിനിമ. അപ്പോൾ അതിൽ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. ഇതിന് എന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെ. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് ആദ്യ സിനിമയാണെന്നുള്ള യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെയാണ് മായ ചെയ്തത്. മായയായാലും ആശിഷായാലും രണ്ടുപേരും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറയുകയാണെങ്കിൽ മനോജ് ചേട്ടനായാലും സായി ചേട്ടനായാലും ജാഫർക്കിൻ്റെ ഇപ്പോഴത്തെ ഒരുപാട് ഞങ്ങൾ ശരിക്കും ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു കൂടുതൽ. പക്ഷെ ഞങ്ങൾ സായി ചേട്ടനും മനോജ് ചേട്ടനും ജാഫർക്കും ഞങ്ങൾക്ക് അവിടെ കോമഡിയൊക്കെ അടിച്ച് മായ മാത്രം അവിടെ ഡയലോഗ് പറയാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ അവിടെ എൻജോയ് ചെയ്ത്. പക്ഷെ മായയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ ഇല്ലാത്തപോലെ അഭിനയിക്കായിരുന്നു. പക്ഷെ ഭയങ്കര രസമായി. ചേച്ചി ഉണ്ടായിരുന്നു ഫുൾ ടൈം. അന്നചേട്ടനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നചേട്ടൻ്റെ ഒരു പടത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് വരുന്ന ഇത്രയും ദിവസം വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നചേട്ടൻ അങ്ങനെ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ലൊക്കേഷനൊന്നും പോകാറില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് തമാശ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. ഒരു ഫാമിലി ട്രിപ്പ് പോയാലും പിന്നെ ഒന്നാമത്തെ നമ്മുടെ ലൊക്കേഷൻ കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെക്കേഷൻ പോകുന്ന ഒരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്. അത് കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അത് പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ പടങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. ആശീർവാദിൻ്റെ സിനിമ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തോ ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നോക്കി വെച്ചിരുന്നത്. എനിക്കൊരു യോഗമായി ഞാൻ കാണുന്നു. കാരണം മായയെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇന്ന് അവരോട് പറഞ്ഞതാണ്. അതായത് മായയ്ക്ക് ഒറ്റ ടെൻഷനേ ഉള്ളൂ, മലയാളം ഭാഷ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്ന ഭാഷയേ ഉള്ളൂ. മായയ്ക്കറിയാം മലയാളം. പക്ഷെ മായ അതിൽ ഒരു കമാൻഡിങ് പവർ കിട്ടുവാണെങ്കിൽ മലയാള സിനിമ കണ്ട ഒരുപാട് നല്ല മികച്ച നടിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് ലിസ്റ്റിൽ വരാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് മായ. കാരണം ഞാൻ രണ്ട് വേഷവും കണ്ടിട്ടുണ്ട് മായ ഫസ്റ്റ് ഡേ ചെയ്യുന്നതും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ പടത്തിൽ തയ്യാറാകുമ്പോഴും. കാരണം കോൺഫിഡൻസ് കൂടുന്തോറും മായയുടെ പെർഫോമൻസ് ബെറ്ററാണ്. അതുകൂടാതെ മായ വന്ന് ആദ്യമൊന്നും മോണിറ്ററിലൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ അവസാനം കഴിയുമ്പോഴേക്കും മായ വന്ന് മോണിറ്ററിൽ നോക്കിയിട്ട് ചേട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അടുത്ത പടത്തിൽ മായ ഉറപ്പായിട്ടും ഇതിലും ഗംഭീരമായിരിക്കും. ഇതിന് മോശമെന്നല്ല, ഇതിൽ ഗംഭീരമാണ്. എന്തായാലും അടുത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എൻ്റെ ടെക്നീഷ്യന്മാരെ വിഷ്ണു ആയാലും ജെയ്സായാലും അഖിലായാലും ചമനായാലും നമ്മൾ എല്ലാവരും ടീമായിരുന്നു. കാരണം നമുക്കൊരു നല്ല സിനിമ ചെയ്യണം. കാരണം ഇത് ഞങ്ങളെല്ലാം മോഹൻലാൽ ഫാൻസാണ്. അപ്പം ഞങ്ങൾക്ക് മോഹൻലാൽ സാറിൻ്റെ മകളുടെ സിനിമ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അതിൽ എനിക്ക് ശരിക്കും നിങ്ങൾ തളിരോമൻ എന്നുള്ള പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവാനുള്ള റീസൺ പോലും ഞാനൊരു പാട്ടാണ് ഉദ്ദേശിച്ചത്. ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട്. എല്ലാം ആ കുട്ടിയുടെ ഫാമിലി നാട്. അപ്പോൾ ജെയ്ക്സിൻ്റെ ഒരു വാക്കിനാണ് എനിക്ക് അതിൽ കുറേ ഐഡിയ കിട്ടി. ജെയ്ക്സ് പറഞ്ഞു അറിയാം മോഹൻലാൽ സാറിൻ്റെ മോളെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോളെ പോലെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടിൽ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് എനിക്ക് കുറേ വിഷ്വൽസ് വന്നത്. കൊള്ളാം. അപ്പോൾ ഇന്ന് ജെയ്ക്സിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ചമൻ്റെ ആയാലും അഖിലിൻ്റെ ആയാലും പടത്തിൽ കളിക്കുന്ന എല്ലാവരുടെയും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ കിട്ടിയത്. കാരണം ഈ സിനിമയുടെ തിരക്കഥയിൽ വളരെയധികം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ 2 പേരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനിൽചേട്ടൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ണിസാറിൻ്റെ കഴിഞ്ഞ വിളിച്ചായിരുന്നു ഒരു കാര്യം ചോദിക്കാനായിട്ട്. അത് നിങ്ങൾ ഒരുപാട് പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. സാർ ചോദിച്ചു
ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, അതിനെന്തെങ്കിലും പറ്റുമോ, കാരണം സാറിൻ്റെ മോൾക്ക് പട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് താങ്ങാനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞു. ഇതിൽ പട്ടിക്കൊന്നും സംഭവിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ റീസൺ പറയാം. മായ പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ തിരക്കഥയിൽ ആദ്യം പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഒരു പ്ലാൻ ഇട്ട് വെച്ചു. കാരണം ടോവിനോയെ നമ്മൾ 2000 കൊന്ന പോലെ കൊന്നിട്ട് ഒരു ചെറിയ സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ച് അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് അടിക്കാനുള്ള പ്ലാൻ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മായ പറഞ്ഞു, ചേട്ടാ പട്ടിയൊന്നും ചെയ്യരുത്, പാവം പട്ടിയാണ്. സിനിമയിൽ പോലും ഒരു പട്ടിക്കൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് മായ. അതുകൊണ്ട് പട്ടി സേഫാണ്. വേറെ ചില ആൾക്കാർക്ക് ചിലത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ പടത്തിൽ വർക്കിയുടെ ബിജിച്ചേട്ടൻ ഇവിടെയുണ്ട്, വിനോദേട്ടനുണ്ട്. ഇങ്ങനെ ഈ പടത്തിൽ നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള രാത്രികളിലായിരുന്നു ഷൂട്ട്. പക്ഷെ അതിൽ പ്രശ്നം തോന്നാതെ ടീച്ചറിൻ്റെ ടീമുമാണ് നമ്മുടെ പടത്തിൽ കൂടെ കട്ടിക്കുന്നത്. ഒരുപാട് സന്തോഷം ടീച്ചേട്ടാ, ഒരുപാട് സന്തോഷം. പിന്നെ സൈലൻസ് ചേട്ടൻ 2012 വെള്ളത്തിലായിരുന്നു ജീവിച്ച മനുഷ്യൻ. എൻ്റെ അസോസിയേറ്റാണ് അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള വന്നിട്ടുണ്ട്. എൻ്റെ ഫുൾ ടീം ഇവിടെയുണ്ട്. എനിക്ക് എല്ലാവരോടും പേഴ്സണലി നന്ദി പറയണമെന്നുണ്ട്. സിനിമ റിലീസായിട്ട് പറയാനിരിക്കുകയായിരുന്നു, എന്നാലും കണ്ട സ്ഥിതിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ലാൽ സാർ പടം കാണുമ്പോൾ ലാൽ സാറിന് വേണ്ടി ഞാനൊരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പടം കാണുമ്പോൾ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും, മീഡിയ സുഹൃത്തുക്കൾക്കും, എല്ലാ കൂട്ടുകാർക്കും, എന്താ പറയുക, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവരും പറയും, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ സിനിമയാണ്. നിങ്ങൾ ആരും ഒരു പ്രതീക്ഷയിൽ വരരുത്. ഭയങ്കര സംഭവം പ്രതീക്ഷിക്കരുത്. സാധാരണ ഒരു കുടുംബ ചിത്രം, അതിൽ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു, അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന പോലെ തോന്നുന്നു, അതിൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് എൻ ഓഡിയൻ എനിക്ക് ആ സിനിമയുടെ ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ തരിപ്പൊക്കെ കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടിയാൽ പടം എന്തായാലും ഓടുന്ന പ്രതീക്ഷിക്കുന്നു. പാട്ട് കേട്ടപ്പോൾ അങ്ങനെ ഒരു ഫീലായിട്ടാണ് വന്നത്. പിന്നെ 2018 കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദൈവം കൊണ്ടു തന്നു എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു മൂവി എത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലൊരു ബ്രില്യൻ ഡയറക്ടർ ചെറിയൊരു ഗ്യാപ്പ് എടുത്തത്. ഇവിടെ നേരത്തെ വന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടെക്നീഷ്യൻസും വർക്ക് വിത്ത് യു ഇൻ 2018, റൈറ്റ്? അപ്പൊ എന്താണെങ്കിലും നല്ലൊരു മഴക്കാലത്ത് വീണ്ടും സിനിമ റിലീസ് ചെയ്യാണ്. എല്ലാവരും ഈ ഒരു ടീമിനെ, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ കുറെ പേര് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. നിങ്ങളോട് എല്ലാവരോടുമാണ്, വി നീഡ് ഓൾ യുവർ സപ്പോർട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ, അത് കാണാനുണ്ട്. താങ്ക് യു ജൂഡ്, താങ്ക് യു സോ മച്ച്. അത് കാണുന്ന ഇന്റർവ്യൂസ് എല്ലാം നമുക്ക് മനസ്സിലാവും. യു ആർ സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മൂവി. ആളുടെ ഒരു ഡ്രീമിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇവര് ആദ്യം ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തൊരു സമയത്ത് ഹൗ വാസ് യുവർ ഫീലിംഗ് ആസ് എ മദർ? ഇത്രയും നാളെ കൂടെ നിന്ന് ആ ഒരു സ്വപ്നത്തിന് കൂടെ എന്തൊരു അമ്മ എന്ന നിലയ്ക്ക്. ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐ ലൈക്ക് ടു സേ, ഇപ്പം എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. അവർ 2 പേരും വന്ന സിനിമ ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണവ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിൻ്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് ഫിലിം തുടക്കം, വിച്ച് ഓൾസോ മീൻസ് ദ ബിഗിനിങ്. 2 പേരുടെയും സിനിമാസ് were directed by 2 JJs, Jitu Joseph and Jude Anthony Joseph. പിന്നെ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്, ബട്ട് ദീസ് ആർ ദ 2 similarities that I found, really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇറ്റ് മീൻസ് ബിഗിനിങ്, ആൻഡ് എവറി ബിഗിനിങ് carries with it hope, dreams, courage, and everything that you really want to happen. അപ്പോൾ ഈ ഒരു beginning will not happen with just one person, right? അത് വന്നിട്ട് I wouldn't say that ഒരു film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya,
Maya is very lucky, she's very blessed, I would say, because family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മൈൻ്റെ കൂടെ ലൊക്കേഷനിൽ ഐ വാസ് വിത്ത് ഹർ എല്ലാ ദിവസവും ആ സെറ്റിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെയായിരുന്നു. സോ താങ്ക് യു എവറി വൺ ഫോർ മേക്കിംഗ് ദിസ് ഫോർ മേക്കിംഗ് മായ വെരി കംഫർട്ടബിൾ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. And my prayers for this Tudakam is to be a beginning of something really beautiful. So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. Adupole thanne also for Ashish, because I've seen him grow. He is also like one of my children. So it's a very emotional moment for me. It gives me a lot of pride. Thank you. ജസ്മി ചേച്ചി, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു മൊമെൻ്റാണ്, ഒരു ഇമോഷണൽ മൊമെൻ്റാണ് ശരിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മായ വിസ്മയ, മലയാളത്തിൻ്റെ വിസ്മയമാവാൻ പോകുന്ന എൻ്റെ സ്വന്തം വിസ്മയ. Of course, you were in many, you are a talented martial artist. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. How cinema excites you and how Tudakam excites you? I'm so grateful to be here. I feel like this is just off my head. Sorry, I'm okay. Okay, I want to speak in English because in Malayalam, if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine, and the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie, Annie Chada, Jude Chada, thank you so much. Sai Kumar, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. Thank you so much, dear. Thank you so much. വിസ്മയ, ആ ഒരു പാട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. that song which came out, social media full trending ആയിട്ടുള്ള ഒരു സോങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് തീർച്ചയായിട്ടും തുടക്കം മൂവി വിസ്മയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു തുടക്കമാവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ വിസ്മയ്ക്ക് സാധിക്കട്ടെ. ലാലേട്ടാ പ്ലീസ്, ഇനി ലാലേട്ടനോട് ചോദിച്ചോട്ടെ. ലാലേട്ടാ, ഞാൻ കുറച്ച് ന്യൂസായി ലാലേട്ടാ, ഒരുപാട് സിനിമകൾ ട്രെയിലർ ലോഞ്ച്, ഒരുപാട് സിനിമകൾ. ദിസ് ഇസ് ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു കാര്യം which is not new for you. പക്ഷേ when it comes to തുടക്കം, എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സാധനം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, എത്രയും ടെൻഷൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ, ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തൊന്നും പറയാം, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളില്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഞാൻ വഴക്കുണ്ടാക്കി ഞാൻ പോലീസ് വിളിച്ചിട്ടോ എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊണ്ടു കാലത്ത് നിന്നാണ് വന്നത്. അല്ലെങ്കിൽ ഞാൻ
തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ പിന്നെ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്നത്. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നു. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് യു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര രസമായിട്ട്, കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വീട്ടിലാണ്. ഞാനൊന്ന് കട്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടു. എനിക്കും ജോലി പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും പറയേണ്ട ഒരു സാധാരണ സിനിമയാണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്. അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി, തിരശീല മാറ്റി വരുന്നത്. അതൊരു തിരശീല എന്ന് പറയുന്നത് ഒരു സ്ക്രീനായിട്ട് വേണ്ടി നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണ് വിസ്മയം എന്ന് പറയുന്നത്. വിസ്മയം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന അതങ്ങനെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല. അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനുണ്ട്. പിന്നെ ജോക്കും, മീൻസ് ലൈക്ക് മൈ സൺ അല്ലേ, എൻ്റെ മോൻ്റെ. അപ്പം എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമ അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല വരുന്നത്. എൻ്റെ ഒരു മകളുടെ സിനിമയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. ചിലപ്പോൾ അറിയില്ലായിരിക്കും, മെഴുനീർ പൂക്കൾ എന്നുള്ള സിനിമയിൽ എൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഞാൻ ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു. അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂരിന് സ്പെഷ്യൽ നന്ദി തരാം. ആൻ്റണി അങ്ങനെയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആൻ്റണി എൻ്റെ കൂടെ 39 വർഷമാണ്. അപ്പോൾ ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും ഇങ്ങനെ ആൻ്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണമില്ല. ദേഷ്യം തോന്നിയാലും ആൻ്റണിക്കൊരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. ഒൻസെക്കൻ എല്ലാവർക്കും. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കുറച്ചിലെ കാലം മുതലേ കാണും നമ്മുടെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ആരും അഭിനയിക്കാൻ തുടങ്ങിയില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ലെഗസിയിലേക്ക് വീണ്ടുമല്ലേ അങ്ങനൊരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇനി നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് വരുന്നത്. കൂടെയുള്ള എല്ലാവരും, ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട, ഒരു സ്നേഹം പറയുന്നു. നന്ദി എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വാക്കുകളാണ്. അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ നല്ലൊരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ
taking care of Maya. Shanti, Anthonyയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോഗു വാസ് വെരി ഹെൽപ്ഫുൾ. ആന്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ശൈലിക്ക് വേണ്ടി ഇതിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാണ്. വലിയൊരു സക്സസ്ഫുൾ ഫിലിമാകട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയേണ്ട ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉണ്ടാക്കും. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ് ടു എവരിവൺ. സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ബിക്കോസ് അത്രമാത്രം സന്തോഷത്തോടെ ഞങ്ങൾ നിൽക്കുന്നു. ബിക്കോസ് ടുഡേ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. പിന്നെ തുടക്കത്തിൽ നിന്ന് എല്ലാവരെയും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഐ റിയലി മിസ്ഡ് യു ഗൈസ്. മായ ചേച്ചിനെ പറ്റി പറയുമ്പോൾ ഐ ഹവ് നോൺ ഹർ സിൻസ് ഐ വാസ് എ കിഡ്. പക്ഷേ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ തുടക്കം കാരണം എനിക്ക് ചേച്ചിയിലൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. I was able to get to know her more and understand her and also actually learn from her, because she's such an amazing person, and not just as an actor but also as a human being. And please stay the same and never change. Lalanku, Sujanti, Appa, this wouldn't have been possible without you guys. I love you guys so much. പിന്നെ ചൂടായിട്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, ബിക്കോസ് I'm really grateful. I don't know how to thank you. Punna, I'm really happy you guys are here for this beautiful moment. And nothing much to say. മായ ചേച്ചിക്കും തുടക്കത്തിലുള്ള എല്ലാവർക്കും വേണ്ടി I'm requesting everybody's prayers and blessings. I hope you guys love more.